സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനാ, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോണില്ല, എന്തിനായിരുന്നു രൂപീകരിക്കേണ്ടി വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരെ പറഞ്ഞയച്ച് പഠിപ്പിച്ചു തന്ന ഒരു ദീനുണ്ട്. ആ ദീനിന്റെ പേരാണ് ഇസ്ലാം, അഹ്ലുസുന്ന എന്ന ദീന്. ആ ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച സഹാബത്തും അവരെ പിൻപറ്റിയവരാണ് ഇവിടേക്ക് എത്തിച്ചത്. അവരെങ്ങനെയാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്? അവര് റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട് പഠിച്ച് ജീവിതത്തിൽ ശീലിപ്പിച്ചു നിർത്തിയ കാര്യം ഇവിടെ പരിചയപ്പെടുത്തി. എങ്ങനെ? മൈക്ക് കെട്ടിയിട്ടല്ല, അവരിവിടെ വന്ന് അതേമാതിരി ജീവിച്ചു കാണിച്ചു. റസൂലുള്ള വെള്ളം കുടിച്ച മാതിരി അവർ ഇവിടുന്ന് വെള്ളം കുടിച്ചു. റസൂലുള്ള ചെരുപ്പ് അഴിച്ചു വെച്ച മാതിരി അവർ ഇവിടുന്ന് അഴിച്ചു വെച്ചു. റസൂലുള്ള അയൽവാസികളുമായി ഇടപെട്ടതുപോലെ അവർ ഇവിടുന്ന് ഇടപെട്ടു. റസൂലുള്ള ജനങ്ങളോട് പുഞ്ചിരിച്ചതുപോലെ അവർ ഇവിടെ വന്ന് പുഞ്ചിരിച്ചു കാട്ടിക്കൊടുത്തു. റസൂലുള്ള ഈ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച മാതിരി ഇവർ പരിഹരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായി അവരിലേക്ക് ജനങ്ങൾ ആകർഷിച്ചു. ആ ആളുകൾക്ക് നിസ്കരിക്കാൻ പള്ളി ഉണ്ടാക്കേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പള്ളിക്ക് സ്ഥലം കൊടുത്തു, പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ആരാണ് ഇമാമായി നിന്നത്? ഈ വന്നവരിൽ നിന്ന് ഒരാളാണ് വന്നത്. ഈ വന്നവരിൽ നിന്ന് ഒരാൾ വന്നു. ആ ആളുടെ നിസ്കാരം കണ്ടുകൊണ്ട് ആ മഹല്ലത്തിലെ ആളുകൾ ഇങ്ങനെ തുടർന്നു പോരുകയാണ്. ആ ഒറ്റ വരവിൽ തന്നെ 13 സ്ഥലത്ത് അവർ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. എവിടെയാണ് ആ പള്ളി, ആ പള്ളിന്റെ പേര്, സ്ഥലമൊക്കെ നമുക്കറിയാം. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം നിലനിന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജിദ്ദയിൽ ചെന്നാൽ അവിടുത്തെ ആദ്യത്തെ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മക്ക് കാണിച്ചു തരുന്നൊരു പള്ളിയുണ്ട്. അതല്ലാത്ത മുമ്പ് പള്ളി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്റെ അനുഭവം ഞാൻ പറയണേ. ഈ ജിദ്ദയിലെ ആദ്യത്തെ പള്ളി, അതിന് വല്ല തെളിവുണ്ടോ? ഒരു പള്ളി അവർ കാണിച്ചു തന്നു. ആ പള്ളിയുടെ ചരിത്രം നോക്കുമ്പോ അത് രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാകുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക്, ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് 75 കിലോമീറ്ററിന്റെ ദൂരേ ഉള്ളൂ. 100 തന്നെ തികച്ചില്ല. 13 കൊല്ലം പ്രവാചകനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷവും അതിനു മുമ്പ് 40 വർഷവും 75 കിലോമീറ്ററിന്റെ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് ജിദ്ദയിലുണ്ടായ പള്ളി ഇന്നതാണ് എന്നത് ആരും അവിടെ കാണിച്ചു തരുന്നില്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ, അത്രേ പറയാൻ കഴിയുള്ളൂ നമുക്ക്. എന്നാൽ കേരളത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 58 വയസ്സ് പ്രായമായപ്പോ പള്ളി ഉണ്ടായിട്ടുണ്ടെന്ന് തെളിവുണ്ട്. ഒരു തെളിവെന്താണ്? മാടായി പള്ളിയുടെ കട്ടിലിൽ ഇത് സനത്ത് ഹംസ് ഹിജറ 5-ാം വർഷം ഉണ്ടാക്കിയതാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ എഴുത്ത് ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 53-ാമത്തെ വയസ്സിലാണ് റസൂലുള്ള മദീനയിലേക്ക് ഹിജറ പോയത്. അതിന്റെ 5-ാമത്തെ വർഷമാണ് മാടായി പള്ളി ഉണ്ടായതെങ്കിൽ ആ പള്ളി ഉണ്ടായ ശേഷവും അള്ളാഹുവിന്റെ ഹബീബ് വർഷങ്ങളോളം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ആ പള്ളി ഉണ്ടായത് മുത്തുനബിയുടെ 58-ാമത്തെ വയസ്സിലാണെങ്കിൽ മുത്തുനബി പ്രവാചകനായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം 13 കൊല്ലം മക്കത്ത് ജീവിച്ചിട്ട് അതിന്റെ ഇപ്പുറം 75 കിലോമീറ്റർ ഇപ്പുറമുള്ള ജിദ്ദയിൽ പള്ളി ഉള്ളതിന് തെളിവില്ലെങ്കിൽ നോക്കൂ, ഇസ്ലാമുമായി നബിതങ്ങൾ പഠിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങളുമായി കേരളത്തിലെ മുസ്ലിങ്ങളെ ബന്ധം ജിദ്ദയിലുള്ള മനുഷ്യന്മാരെ ബന്ധത്തെക്കാൾ വലുതാണ് എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ ഒരിത്തിരി വീറും വാശിയും കൂടുതൽ ചെയ്യും. കാരണം ഞമ്മക്ക് അതിന്റെ പാരമ്പര്യമുണ്ട്. ആ മതത്തിൽ ഇവിടെ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരൊപ്പം നിൽക്കുന്നവരും. അന്നത്തെ സർക്കാർ ഏതാണ്? അന്നത്തെ സർക്കാർ ബ്രിട്ടന്റെ സർക്കാരാണ്. അതിന്റെ ഓശാനപ്പാടികളായ ഏതാനും സർക്കാർ ശമ്പളക്കാര്, അവർക്ക് ഓശാന പാടുന്ന കുറച്ച് മനുഷ്യന്മാരും കൂടി അള്ളാഹുവിന്റെ ഹബീബ് ആളെ പറഞ്ഞയച്ച് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ, ആദർശങ്ങൾക്കെതിരെ, ആചാരങ്ങൾക്കെതിരെ ഇവിടെ ചില നിലപാടുകൾ പറയാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ ദീനിന്റെ ആളുകൾ ഇന്നവരാണെന്ന് ബോധ്യപ്പെടുത്താൻ
ഒരു സംഘടനയുടെ പേരാവശ്യമായി വന്നു. അങ്ങനെ വന്ന പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 1925 അന്നത്തെ ആലിമീങ്ങൾ മൊബൈലില്ലാത്ത കാലത്ത്, വാഹന സൗകര്യമില്ലാത്ത കാലഘട്ടത്ത്, യാത്രാ സംവിധാനങ്ങൾ കുറഞ്ഞ കാലഘട്ടത്തിൽ നോക്കൂ എന്താണ് ആലിമീങ്ങൾ ചെയ്തത്. മനുഷ്യന്മാർക്ക് അന്നും കോഴിക്കോട് പല വ്യാപാര ആവശ്യങ്ങൾക്ക് ജനങ്ങൾ വരും, ഇൽമിന്റെ കാര്യത്തിലും വരും. അവിടെയാണല്ലോ ജഫിരി ഹൗസ് ഉള്ളത്. അതിന്റെ പാരമ്പര്യക്കാരനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് കുറ്റിച്ചിറ പള്ളിയിലെ മുദല്ലിസാണ്, ഖത്തീബാണ്, മുദല്ലിസാണ്. വലിയ വലിയ മസ്അലകൾ പരിഹരിക്കുന്ന കേന്ദ്രമാണ് കുറ്റിച്ചിറ പള്ളി. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറക്കൽ രാജകുടുംബത്തിന്റെ കത്തിടപാടുകൾ നടത്തുന്ന കാര്യം പോലും മറ്റിതര രാഷ്ട്രങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കത്തിടപാടുകൾ നടത്തുന്ന ഉത്തരവാദിത്വം പോലും നിർവഹിച്ചിരുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ഈ കണ്ണൂരിലെ അറക്കൽ രാജവംശത്തിന് വല്ല ഉപദേശങ്ങളും നൽകുന്നതിന് യാത്ര ചെയ്യേണ്ടി വന്നാൽ വിശ്രമിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സ്ഥലങ്ങൾ അവർ മാർക്ക് ചെയ്തു കൊടുക്കുകയും ദാഹിക്കുമ്പോൾ ദാഹം അവസാനിപ്പിക്കാൻ ഇളനീര് പറിച്ചു കുടിക്കാൻ പ്രത്യേകം തെങ്ങുകൾ അടയാളപ്പെടുത്തുകയും അദ്ദേഹത്തിന് കേരളത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകം വാഹനങ്ങൾ അന്നത്തെ ഗവൺമെന്റ് ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്നത്തെ ഏതാനും വിളിച്ചാൽ കിട്ടുന്ന പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി. അതിൽ ഒന്നെന്റെ നാട്ടുകാരനാണ്, തൊട്ടടുത്ത നാട്ടുകാരനാണ്, കാവനൂർ സ്വദേശി മുഹമ്മദ് മീറ മുസ്ലിയാർ. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. മാത്രമല്ല അദ്ദേഹം വലിയ ചികിത്സക്കാരനുമായിരുന്നു. 1931 ഹജ്ജ് ചെയ്ത ശേഷം അദ്ദേഹം പിന്നീട് താമസം തിരുവാലി പത്തിരിയാലിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ചരിത്രരേഖയിൽ അദ്ദേഹം പലപ്പോഴും തിരുവാലി ഖാദിയെന്നോ നിലമ്പൂര് ഖാദിയെന്നോ പത്തിരിയാൽ ഖാദിയെന്നോ ഒക്കെ അറിയപ്പെടുന്നത്. എന്റെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ കാവനൂരുകാരനാണ്. ആ പഞ്ചായത്തില് ഉള്ള ആളാണ് ഞാൻ. അഹമ്മദ് മീറാൻ മുസ്ലിയാർ ചെയർമാനായി ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഒരു വർഷക്കാലം കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യുന്നു. വലിയ വലിയ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ച് 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം അതിന്റെ ഭരണഘടനയിൽ 5 ഖണ്ഡികയായി പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ SSF SYSന്റെ കുട്ടികൾക്ക് മണിക്കൂറുകളോളം എഴുതിയെടുക്കാൻ സംവിധാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഞമ്മക്കത് കേൾക്കും. ഞാൻ ഒപ്പം ഓർക്കുകയാണ്, ഞാൻ മിനിയാന്ന് അലിക്കുഞ്ഞ് ഉസ്താദിനെ കബർ സിയാറത്ത് ചെയ്യാൻ പോയി. അലിക്കുഞ്ഞ് ഉസ്താദിന്റെ കബറുകൾ ഇങ്ങനെ കുറെ നേരം നിന്നപ്പോ അദ്ദേഹത്തിന്റെ ചില വർത്താനങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഞാൻ ബേക്കലിൽ ഒരു സമസ്ത വിശദീകരണ കൺവെൻഷൻ നടത്തിയിരുന്നു. അപ്പൊ ആരൊക്കെ ആ സദസ്സിൽ നേതാക്കന്മാരായ ബേക്കലി ഇബ്രാഹിം മുസ്ലിയാറുണ്ട്, പിന്നെ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞുസ്താദാണ്. അങ്ങനെ ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഞാൻ ക്ലാസ് എടുക്കണ അവർക്കല്ല, ക്ലാസ് എടുക്കണ നമ്മുടെ പ്രവർത്തകന്മാർക്കാ. ഒരു 4 മണിക്കൂർ നേരത്തെ ഈ ഞാനിങ്ങനെ ഡേറ്റുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നപ്പോ അലിക്കുഞ്ഞുസ്താദ് പോരുമ്പം പറഞ്ഞ്, കുട്ടി ഈ പറഞ്ഞ കാര്യം ഇതേമാതിരി എനിക്കൊന്ന് എഴുതി തരണം എന്നാണ്. അപ്പൊ AP ഉസ്താദ് മുഷാവറിൽ വരുന്നത് പിരിച്ചോളി പഠിച്ചറിഞ്ഞ് ഇന്നും കൂടി ഇറങ്ങാറാക്കാനേക്കാരപ്പ പക്കച്ചേ ഞങ്ങള്. അപ്പൊ അതൊക്കെ പണ്ട് സമസ്തപ്പെടുന്നതിന് മുമ്പേ ഒക്കെ ഇപ്പൊ സഹസ്നാൽ പിരിക്കലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൊടുക്കിയതാണോ മോശമാക്കാത്ത നിലക്ക്. അപ്പൊ ഞാൻ അലിക്കുഞ്ഞുസ്താദിനോട് പറയണേ, എന്റെ കുട്ടി ഇപ്പഴായി പറഞ്ഞ പരിപാടി പ്രസംഗം ഉണ്ടല്ലോ, അതൊന്ന് വയ്യൊന്ന് എഴുതി തനിച്ചൊരു കോപ്പി പറഞ്ഞ. AP ഉസ്താദ് മുഷാവറ മെമ്പറാകണതിന്റെ 10 കൊല്ലം മുമ്പ് മെമ്പറായ ആളാണ് അലിക്കുഞ്ഞുസ്താദ്. 60 കാലഘട്ടത്തിൽ മെമ്പറായ. താജുൽ ഉലമ സഹി കെട്ടി ഇറങ്ങിപ്പോരുന്നതിന്റെ മുമ്പ് കൊടയെടുത്ത് ഇറങ്ങിപ്പോന്ന ആളാണ് അലിക്കുഞ്ഞുസ്താദ്. അതിനറിയാത്ത ഒരു ചരിത്രമില്ല. പക്ഷേ നമ്മളതിങ്ങനെ ഓർഡറിലായി ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ 30 എന്റെ കുട്ടി ആ ഡേറ്റ് ഇട്ട് കാണിരിക്കുമെന്ന് എഴുതിത്തരുള്ളൂ. അപ്പൊ അതൊക്കെ ഞാൻ ഈ കബറുങ്കൽ ഇങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അദ്ദേഹം പഠിച്ചവനെ എത്ര നിഷ്കളങ്കരായ പണ്ഡിതന്മാരാണ് ഈ മരിച്ചുപോയ ആലിമീങ്ങളൊക്കെ. കേരള യാത്രന്റെ അരീക്കോട്ട സ്വീകരണത്തിന്റെ കൺവീനറേന് ഞാൻ. അത് ഭയങ്കരമായി അത് വിജയിച്ചു. അപ്പൊ നന്ദി പറയാൻ പോയതാണ്. എവിടേക്ക് പോയി?
ചിത്താരി ഉസ്താദിനടുത്ത് പോയി. നമ്മളെ പ്രസ്ഥാനത്തിന്റെ വലിയ ഈറ്റപ്പുലിയാണ് നമ്മൾ ചിത്താരി ഉസ്താദ്. അപ്പൊ അവിടെ പോയി മക്കറിലെത്തി രാവിലെ 8:30. താജുൽ ഉലമന്റെ അടുത്ത് 10:30 നൂറുൽ ഉലമന്റെ അടുത്ത് 1:30 അങ്ങനെ അരിക്കുഞ്ഞിസ്ഥാന്റെ അടുത്ത് അങ്ങനെ ആ പോയി ഉള്ളാളത്ത് പോയി അരിക്കുഞ്ഞിസ്ഥാനത്ത് രാത്രി 10:30 അതുകൊണ്ട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ അവരൊക്കെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ പോയി കുറെ നേരം നിന്നപ്പോ, കുറെ നേരം അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാരുന്നപ്പോ നമുക്ക് ഒന്നും കൂടി ഒരു ഊർജ്ജസ്വലത കിട്ടും. അതൊക്കെ നമ്മൾ ഇനി 100-ാം വാർഷിക സമ്മേളനം 14-ാം തീയതി പ്രഖ്യാപിച്ചാൽ ആ സമ്മേളനത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. കുറച്ച് നോട്ടീസും പോസ്റ്ററും ഒട്ടിച്ചാൽ പോരാ. നമ്മളെ അണികൾക്ക് കുട്ടികളെ മുതൽ സംഘടിപ്പിച്ച് നമ്മുടെ നാൾവഴികൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. അത് ഈമാൻ കൂടും. ആ കാര്യം പ്രവർത്തിക്കണമെന്ന് ഇപ്പോഴേ ഇവിടെ നിന്ന് എല്ലാ നേതാക്കന്മാരുമുള്ള ഈ മജ്‌ലിസിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 കൊല്ലം ഇവിടെ പൂർത്തിയാക്കി. അറബി വർഷ കണക്ക് പ്രകാരം 103 കൊല്ലം കഴിഞ്ഞിട്ടോ. നമ്മൾ ഇംഗ്ലീഷിലാണ് ഇപ്പം ഈ 100 കൊല്ലം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനം ഇവിടെ വരുത്തിയ മാറ്റങ്ങൾ നോക്കൂ. ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓരോ പണ്ഡിതന്മാർ വരുന്നുണ്ടില്ലേ. ഇവിടെ അലിക്കുഞ്ഞുസ്താവും ആ പനമരത്ത് ആ മുക്കിൽ നോക്കുമ്പോ അവിടെ ഇവര് ഉസ്മാൻ മൂലിയാർ വന്നു. ഇവിടെ നമ്മളൊരു ബാക്കവി വന്നു. ആയിക്കോട്ടെ. വേദിയിൽ ഒരു പ്രകാശനം നടക്കുകയാണ്. പരിപാടിന്റെ ഇടയിലാണ്. സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സ്ഥിതി, നമ്മളെ ആലിമീങ്ങൾ നമ്മൾ എത്രയാണ് അവർ സ്നേഹിക്കുന്നത്. അവര് ഇന്നിപ്പോ നമുക്ക് നേതൃത്വം നൽകുന്ന ആലിമീങ്ങളുണ്ടല്ലോ, അവരൊക്കെ നമ്മുടെ സംഘടന ദീനായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളെങ്ങനെയാ കണക്കാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ആ 90-92 ഭയങ്കര പ്രയാസമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രസംഗിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്താനുള്ള ഇടങ്ങേറ്, അങ്ങനെ ഭയങ്കര പ്രയാസമായപ്പോൾ ഞാൻ AP ഉസ്താദിനെ ഒന്ന് കാണാൻ വേണ്ടി പോയി. AP ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ സംഗതി. അപ്പൊ ഉസ്താദ് എന്തൊക്കെയാ പ്രയാസം എന്ന് ചോദിച്ചു. പ്രയാസം ആളുകൾ പ്രസംഗത്തിനിടയിൽ എറിയാണ്, കൂവിയാർക്കുകയാണ്, യാത്ര ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയാണ്, മൈക്ക് ഊരിപ്പോവുകയാണ്. പരിപാടിക്ക് പോയാൽ പരിപാടിക്ക് പ്രസംഗത്തിന് എതിരുള്ള ആളുകൾ നമ്മൾ പോയ കാറുമ്പോ പിന്നെ ചാരി നിൽക്കുക. എന്നിട്ട് ഒരു കല്ലിന്റെ കഷ്ടം ഉണ്ടാവും ഓരോ കയ്യിൽ, അത് നമ്മൾ കാണൂല. ഓനിങ്ങനെ ഈ കാറ് ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് പോകാനാകുമ്പോക്ക് ബരച്ച് മൊത്തം അത് വരെയാക്കുക. പറ്റുമെങ്കിൽ അതിന്റെ സ്റ്റാറിങ് ഊരുക, അതിന്റെ സംഗതി തകർക്കുക. ഇങ്ങനെ വലിയ ഇടങ്ങേറും ബുദ്ധിമുട്ടും ഒക്കെ പ്രയാസം തന്നെ. അപ്പൊ എന്താ ഉസ്താദിന്റെ മറുപടി? എന്നാ തൽക്കാലം നമ്മൾ നിർത്തി വെക്കുക കുറച്ച് ദിവസത്തിന്, നമുക്ക് പിന്നെ മട്ടം പോലെ നോക്കാം. അതാണ് ഉസ്താദിന്റെ മറുപടി. ഉസ്താദിന്റെ മറുപടി, ഇത് ദീനാണ്. ദീനിന്റെ ഏതൊരു കഴിഞ്ഞകാല സമൂഹത്തിന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതിനേക്കാൾ കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആത്യന്തിക വിജയം നമുക്ക് ദീനിന്റെ ആളുകൾക്കാണ്. അപ്പൊ എന്തായാലും ചെയ്യേണ്ടത്, അള്ളാഹുവിൽ തവക്കുലാക്കുക. അവൻ നമ്മെ സഹായിക്കുമെന്ന നിലക്ക് ഇത് ദീനാണെന്ന് ഉറപ്പിച്ച് രംഗത്തിറങ്ങാം. അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിനെ നന്നായി മുറുകെ പിടിക്കുക. എങ്ങനെയാ ഹബീബിനെ മുറുകെ പിടിക്കുക? സ്വലാത്ത് അധികരിപ്പിക്കുക. ഉസ്താദിന്റെ ഒരു മറുപടിയാണ് ഇത്. ഏകദേശം 90-91 പറയണേ, എന്നോട് ഒറ്റക്ക് അത് പറയണേ. എന്നിട്ട് വളരെ ഗൗരവത്തിൽ, നിങ്ങൾ സ്ഥിരമായി ഏതെങ്കിലും സ്വലാത്ത് ജീവിതത്തിൽ നിലനിർത്തിപ്പോരുന്നുണ്ടോ? സ്വലാത്ത് നമ്മൾ പതിവാക്കണം. പ്രത്യേകിച്ച് ഇത് സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന സ്വലാത്ത് കൊണ്ടുള്ള കൽപ്പനയുടെ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. ഉസ്താദ് പറയുന്നു, സ്വലാത്ത് പതിവാക്കണം. നീ ഇപ്പൊ ദീനിന് വേണ്ടി ആവശ്യം വരുന്നോടത്ത് പ്രസംഗിക്കുന്നു എന്ന ഖൈറാണല്ലോ ചെയ്യുന്നത്. അതിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹിനെ ഒപ്പം നിർത്തണം. റസൂലുള്ളാഹിനെ കൂടെ നിർത്തണമെങ്കിൽ ഒരു സ്വലാത്ത് പതിവാക്കണം. ഞാൻ എനിക്കൊരു സ്വലാത്ത് എഴുതിത്തരാം. എന്നിട്ട് ഉസ്താദ് തന്നെ ഒരു കടലാസ് സംഘടിപ്പിക്കുകയാണ്.
എന്നിട്ട് എഴുതുന്നു അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഇത് രാവിലെയും വൈകുന്നേരവും ഒന്നോ രണ്ടോ വട്ടം അത് മുടങ്ങാതെ ചൊല്ലണം. മറ്റു സ്വലാത്തുകൾ അധികരിപ്പിക്കണം, ബുറുഉദ്ദാഹ് ചൊല്ലണം. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലുമായുള്ള മുറിയാത്ത ആ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോ ലക്ഷ്യം ദീനായതുകൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കും. അവിടെയാണ് നമ്മുടെ നേതാക്കന്മാർ നിൽക്കുന്നത്. ഏതൊരു നേതാവുമായി ബന്ധപ്പെട്ട ഞാൻ അലിക്കുഞ്ഞുസ്ഥാനോട് ചോദിച്ചു, എനിക്ക് സ്ഥിരമായി പതിവാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? വലിയൊന്നും നിന്നോട് കഴിയൂല. അപ്പൊ പറഞ്ഞു, മുത്തുനബിയെ മുറുകെ പിടിക്കലാണ്. അതിന് നീ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രികിനി. അത്ര മതി. ഇനി അദ്രികിനി യാ റസൂലല്ലാഹ് ബേക്ക് അങ്ങൊന്നും വേണ്ട. ഞാൻ ചെറുതല്ലേ ചോദിച്ചത്. പറയാം, ഇത് എല്ലാ ദിവസവും 10 വട്ടം, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി 100 വട്ടം. അങ്ങനെ പകലാണെങ്കിൽ വെള്ളിയാഴ്ച പകല് 10, മറ്റെല്ലാ പകൽ അല്ല വെള്ളിയാഴ്ച പകലിൽ 100, അല്ലാത്ത പകലിൽ 10. ഇത് മുറുകെ പിടിച്ചോ, അത് മതിയാകും നമുക്ക്. 992 ഹജ്ജിന് പോയ സമയം എന്നോട് കൂടെ 400 ഹാജിമാരുണ്ട്, UAE-യിലെ ഹാജിമാർ. ഞങ്ങള് ഹജ്ജിന് ഏറാൻ ചെയ്യാൻ ദുൽഹുലൈഫയിൽ പോകാൻ വേണ്ടി 10 ദിവസം മക്കത്ത് മദീനത്ത് നിന്ന് പിറ്റേന്ന് രാവിലെ ദുൽഹുലൈഫയിൽ ഹജ്ജിന് ഏറാൻ ചെയ്ത് മിനയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിന് അർദ്ധരാത്രി ഹാജിമാരെയുമായി 1-ാം നമ്പർ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിന്റെ പ്രാധാന്യമല്ല, ഞങ്ങൾ ഹാജിമാരെ കൂടിക്കിട്ടാനുള്ള ഒരു വഴിയാണത്. ആ ടോയ്ലറ്റിന്റെ അരികെ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിക്കും ഹാജിമാർ. അവിടെ ഹാജിമാരെങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോണ്ട് താജുൽ ഉലമ ഒരു കുട്ടിയുടെ കയ്യും പിടിച്ച് റോദന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഓടിച്ചെന്നുകൊണ്ട് ഞാൻ അവിടുത്തെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ UAE-യിൽ നിന്ന് വന്ന ഹാജിമാരാണ്, ഇഹ്റാമിന് പോവുകയാണ്, ഞങ്ങൾക്കൊന്ന് ദ്വാരന്ന് തരണം. അവിടെ എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പം ഗൾഫാരായതുകൊണ്ട് കഫീലിന്റെ ബുദ്ധി നന്നാകണം, കച്ചവടത്തിൽ ജോലി വർദ്ധകത്തിനുണ്ടാകണം, പണി നഷ്ടപ്പെടാൻ പാടില്ല, ശമ്പളത്തിൽ വർധനവ് വേണം. ഇതൊക്കെ കാരപ്പങ്ങളെ മുറാദ്. അതൊക്കെ വരും, വരാതിരിക്കും, വരും പോകും. നമുക്ക് വേണ്ടത് നമ്മളൊക്കെ മരിക്കുമെന്ന പേടിയും ബേജാറും വിശ്വാസവുമാണ്. മരിച്ചാൽ ഒരാളും സഹായിക്കാനില്ലാത്ത ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെറുക്കും. നിങ്ങളും ഞാനും ഒന്നും അതിൽ നിന്ന് ഒഴിവല്ല. അങ്ങനെ ആ ഖബറിൽ ഇറക്കി വെക്കുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ വെച്ച് തിരിച്ചറിയണം. എന്നിട്ട് നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് ഖബറിലെ ചോദ്യം? ഖബറിലെ ചോദ്യം മൻ റബ്ബുക വമൻ നബിയുക എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനത്തെ ചോദ്യം മാദാ തഖൂലു ഹാദർ റജുൽ, ഈ ആളെപ്പറ്റി നിനക്കെന്ത് പറയാനുണ്ട്? ആരാണ് ആള്? സാജിലമ്മ ചോദിക്കുകയാണ് റൗദന്റെ ചോട്ടിൽ നിന്ന്, ആരാണ് ആള്? ആ ആള് ഒരു ഫോട്ടല്ല. ഫോട്ടോ ആണെങ്കിൽ സൂറത്ത് എന്നാ പറയണ്ടേ, ഇവിടെ റജുൽ എന്നാ പറഞ്ഞത്, ആള് എന്നാ പറഞ്ഞ്. ആ ഹദീസ് തന്നെ ഉണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന ആള് രക്ഷപ്പെടണമെങ്കിൽ ഈ റജുല് എന്റെ അല്ലാഹുവേ നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഈ മയ്യത്ത് മറുപടി പറയണം. അതോടുകൂടെ ചോദ്യം നിൽക്കും, സ്വർഗത്തിന്റെ കവാടം തുറന്നു കാണിച്ചു തരും. അതുകൊണ്ട് റസൂലുള്ളാന്റെ ഒരു തലോടൽ നമുക്ക് ഖബറിൽ നിന്ന് കിട്ടാൻ ഒരു സലാത്ത് അത് നിങ്ങൾ പതിവാക്കുക, പണി വരും. അതിൽ ബർക്കത്തുണ്ടാകും. അതിന്റെ ബൈക്ക് വരുന്നതാണ്. നമുക്ക് വേണ്ടത് ഖബറിൽ റസൂലുള്ളാന്റെ ഒരു തലോടലാണ് കിട്ടേണ്ടത്. ഞാൻ സലാത്ത് ഇപ്പൊ കാണാൻ പഠിക്കോച്ചു. പഠിക്കാറ് അവിടുന്ന് ചൊല്ലിത്തന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാ രാത്രിയും 10, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി അഥവാ നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്നത്തെ രാത്രി 100 വട്ടം ഇത് ചൊല്ലിക്കോളി. വേറെ ഒന്നും വേണ്ട.
അപ്പൊ ഞാനത് പഠിച്ചു കണ്ട് ചോദിച്ചു, ഇവിടെ സയ്യിദ് എന്ന് വേണ്ടേന്ന് ചോദിച്ചു. ഇവിടെ സയ്യിദ് എന്ന് വേണ്ട. എന്റെ ഷെയ്ഖ് ചൊല്ലിത്തന്നപ്പം അവിടെ സയ്യിദ് കൂട്ടിയിട്ടില്ല, എന്നിട്ട് ഒന്നുകൂടി ചൊല്ലിത്തന്നു. ഇതെന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഞാൻ മിനിയാന്ന് താജുൽ ഉലമന്റെ അവിടെ സിയാറത്ത് ചെയ്തപ്പോ അവിടുത്തെ തവസ്സുൽ ബൈത്തിന്റെ പുറകു വശത്തുണ്ട് ഈ സലാത്ത്. അപ്പൊ സയ്യിദിനുണ്ട് അവിടെ. അപ്പൊ ഞാൻ അവിടുത്തെ ഖാദിമിനോട് പറഞ്ഞു, എന്നോട് റൗള ഷെരീഫിൽ വെച്ച് താജുൽ ഉലമ സയ്യിദ് എന്ന് പറയാം, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നിട്ട് അത് ഇവിടെ പ്രിന്റ് ചെയ്ത്. അത് ഞങ്ങൾ അച്ചടിച്ചല്ല, അത് വേറെ ആരോ അച്ചടിച്ച് എന്നാണ്. താജുൽ ഉലമ ഈ സലാത്തിൽ സയ്യിദ് എന്ന് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് മൂപ്പരും പറയുന്നു. അപ്പൊ അത് കുട്ടികൾ ടേപ്പ് ചെയ്യുമ്പോൾ വരികയാണ്, കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ ഒരു ഉസ്താദിൽ നിന്ന് കിട്ടിയ അറഫ് ചൊല്ലണം എന്ന് നിർബന്ധമാണ് അവർക്ക്. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നേതാക്കന്മാരോട് ആരോട് നിങ്ങൾ ഒരു രക്ഷയ്ക്ക് വേണ്ടി സംഗതി ചോദിച്ചാൽ എന്താ പറയാറുണ്ട്? നിങ്ങൾ ഒരു സലാത്ത് പതിവാക്കിക്കോ. അതാ നമ്മളെ സംഘടന. നമ്മളെ സംഘടന മനുഷ്യർക്കൊപ്പം പറയും, റോഡ് വീതി കൂട്ടണം എന്ന് പറയും, ജില്ല രണ്ടെണ്ണാക്കണം എന്നൊക്കെ പറയും. അത് ഇവിടുത്തെ മനുഷ്യരുടെ വിഷയം. ഈ ജില്ല രണ്ടാക്കിയാലും രണ്ടാക്കിയില്ലെങ്കിലും ഒന്നാണെങ്കിലും രണ്ടെണ്ണാണെങ്കിലും അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളാകണം. അതിന് സലാത്ത് വേണമെന്നാ ഞാൻ ഈ പറയണേ. ഞാൻ 2 കൊല്ലം ഡയാലിസ് ചെയ്ത മനുഷ്യൻ ഞങ്ങൾക്ക് അറിയാം. അറിഞ്ഞിട്ടുള്ളവരുണ്ടാവില്ല, ചിലർ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം മജ്മഅന്റെ പ്രസിഡന്റ് ഷാഫി സഖാഫിയും പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ആയിഷയും മജ്മഅന്റെ കാര്യത്തിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ ഉസ്താദ് വെച്ചു, വടശ്ശേരി എവിടെ വെച്ചു? മൂപ്പര് ഇപ്പൊ ഡയാലിസ് ഒക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണൊക്കെയാണ്, ഇപ്പം അങ്ങനെ യാത്ര ചെയ്തില്ല. അപ്പൊ പറഞ്ഞു മൂപ്പര്, എന്നാ ഒരു കുപ്പി വെള്ളം എടുക്കി, അത് മന്ദിരിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. പോകുമ്പോ മൂപ്പരോടെ ഒരു ബുറുദ ചെല്ലാൻ വേണ്ടി പറയണം. എടി ഇവരിത് ഭയങ്കര സംഭവമായിട്ട് അപ്പൊ തന്നെ എന്റെ വരിക്ക് വരിക, ഉസ്താദ് തന്നയച്ച വെള്ളം ഉസ്താദ് ബുറുദ എല്ലാം വേണ്ടി പറയണതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉസ്താദ് വിളിക്കുകയാണ്, എങ്ങനെയുണ്ട് വർത്തമാനങ്ങളൊക്കെ? സുഖല്ലേ? ഡയാലിസ് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്ന് പ്രശ്നം അല്ല, നിങ്ങൾ ബുറുദ എല്ലുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ സദസിദ്ധമായ തമാശ, ബുറുദൊക്കെ എത്രങ്ങാനും നേരം ചെല്ലണം ഉസ്താദ്? അപ്പൊ പറയാണ്, എടാ ഒന്നിച്ച് ചെല്ലണ്ട, അത് 9 ഫസിലല്ലേ, ഒരു ദിവസം ഒരു ഫസിലെങ്കിലും ചെല്ലണം. അത് ചെല്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ തനി ചോദിക്കാതെ എങ്ങനെയാണ് നമുക്ക് എന്ത് ബലാ ഉണ്ടായാലും അതിന് കരകയറാൻ കഴിയാ? അതുകൊണ്ട് ഒരു ഫസിൽ ഒരു ദിവസം ചെല്ലണം എന്നാണ് നിർബന്ധമാണ്. അങ്ങനെ 2 കൊല്ലം ഡയാലിസ് പൂർത്തിയാക്കി. അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ ഉസ്താദ് രോഗബാധിതനായി. രോഗബാധിതനാകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഉസ്താദിന്റെ ഒരു ഫോണ്, അല്ല നിങ്ങൾ യാത്ര ഒന്നും തീരെ ചെയ്യണില്ലേ എന്ന് ചോദിച്ചു. അല്ലാതെ പുറത്തൊന്നും പോകില്ല. അല്ല മർക്കസിൽ വന്നപ്പോ കുഴപ്പമോ ചോദിച്ചു. ഉസ്താദ് പറയുകയാണെങ്കിൽ വരാറ്. ഞാൻ ഉസ്താദിനെ സുബൈക്ക് കാണാൻ പോയി, ബുഖാരിക്ക് കേൾക്കണേന് മുമ്പ് പോകണമെന്ന് വെച്ച് പോയി. ഞാൻ ചെന്നപ്പോ കുറെ മന്ദിരിച്ചു. അന്നും പറഞ്ഞ് ബുറുദയല്ല കേട്ടോ, സലാത്ത് ചെല്ലണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഉസ്താദ് രോഗബാധിതനായി, സ്ട്രോക്ക് വന്നു, അബോധാവസ്ഥയിലായി, പ്രയാസം വന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, വലിയ ബേജാറായി. നമ്മളെല്ലാം ദ്വാരുന്നു. ഉസ്താദ് ഇന്നത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന അക്ഷരത്തിന് പോലും ഈ നിലക്ക് ക്ലിയർ വ്യക്തത വന്നിട്ടില്ല. അന്ന് ഉസ്താദ് ഉമർ ഫാറൂഖ് കോട്ടുമല എന്ന് പറഞ്ഞ മജ്മയിൽ പഠിച്ചൊരു വിദ്യാർത്ഥി, ഇപ്പൊ ജാമിയത്തുൽ ഹിന്ദിന്റെ ഡയറക്ടറായി നടക്കുന്ന അദ്ദേഹത്തിന്റെ കുടിയിരിക്കലിൽ വന്നു ഉസ്താദ്. വീൽ ചെയറിൽ ഇങ്ങനെ വരികയാണ്, സംസാരമൊന്നും വ്യക്തമായിട്ടില്ല. അത് ആ കുട്ടീന്റെ നിർബന്ധത്തിന് വന്നതാ. എന്നെ കണ്ടപാട് പറഞ്ഞു, നമുക്ക് ഞാൻ കിഴിഞ്ഞി ഒന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു ഉസ്താദ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇവിടെ കിഴിഞ്ഞു മാറ്റി വെക്കണ അതാണ് വായിച്ചത്. അത് ചോദിച്ചപ്പോ മൂപ്പര് തല പിടിച്ചുകൊണ്ട് ഓടിച്ചിട്ടാണ് മന്ത്രം തുടങ്ങി. മന്ത്രിച്ചിട്ട് പറഞ്ഞു, സംഘടനയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ട സമയം ആസ്പത്രിയിൽ പോയി കളയാം. ഇന്ന് അതിന് സംവിധാനമില്ലേ? നമ്മളെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ആൾക്കാർ വേണ്ടേ? അപ്പൊ അള്ളാഹു തന്ന ആയുസ് അവന്റെ മതത്തിന് ഉപയോഗപ്പെടുത്താൻ ഏതൊക്കെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അത് നമ്മൾ ശ്രമിക്കണ്ടേ? ഇന്ന് സംവിധാനമില്ലേ, അതാണ് മാറ്റിവെക്കുക എന്നാണ് ഉസ്താദ് പറഞ്ഞ പിന്നെ റെഡിയാകുക തന്നെ.
എന്റെ ഭാര്യ നേരത്തെ അതിന് റെഡിയാണ്. അങ്ങനെ ഭാര്യയുടെ കിഡ്നിയായി. അതുകൊണ്ട് ഭാര്യനെ ഞാൻ അങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കിഡ്നി ഓളപ്പല്ല, അപ്പൊ ഇതിപ്പല്ല വെച്ചിട്ട് ഓളയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരണം എന്താ വെച്ചാൽ, അങ്ങനെ എല്ലാം ഉസ്താദ് കൽപ്പിക്കുന്നു. ഉസ്താദ് നമ്മുടെ പറഞ്ഞ പ്രധാന പോയിന്റ്, സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സമയം ആസ്പത്രി കളയാൻ പറ്റുമോ? അതിന് സംവിധാനല്ലേ? ഇങ്ങനെ ഏത് സമയത്തും നമ്മുടെ സംഘടന, നമ്മുടെ ദീന്, ആ ദീനിന്റെ വാഹകരാകണം. അതിന് അള്ളാഹുവിന്റെ സഹായമുണ്ടാവും. ആ സഹായം കിട്ടാൻ റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കണം. അത് സ്വലാത്ത് കൊണ്ടാകണം. ഇതാ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ റമളാനിന്റെ ആദ്യ ആ സമയത്തേക്ക് ഇങ്ങനെ കടന്നെത്തുന്ന ഈ സമയത്തും നമുക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ദോഷം പൊറിപ്പിക്കുന്നത് സ്വലാത്താണ്.